നമസ്കാരം. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾക്ക് മുണ്ട് വെക്കുവാനും അതുപോലെ ഷർട്ട് വെക്കുവാനും 2000-3000 രൂപ കൊടുത്ത് പീടികയിൽ നിന്ന് സാധനം വാങ്ങണമെന്നില്ല. കുറച്ച് PVC പൈപ്പും അതുപോലെയുള്ള അതിൻ്റെ കണക്ടറും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെയുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ സുഖമായിട്ട് ഷർട്ടുകൾ തൂക്കാം. അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ 10-25ഓളം ഷർട്ടുകൾ നമുക്ക് തൂക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മുകളിൽ വസ്ത്രങ്ങൾ, മുണ്ടുകൾ, പുതപ്പുകൾ, തോർത്തുകളൊക്കെ നമ്മൾക്ക് ഇടാൻ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ സ്റ്റാൻഡും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ PVC പൈപ്പ് കുറച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ 2 ടീയും അതുപോലെ അതിൻ്റെ തന്നെ സ്റ്റോപ്ലറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടീ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഭാഗത്തേക്കും ഓരോ പീസ് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാൻഡ് പോലെ നിൽക്കും. അതിലേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്ന PVCൻ്റെ പൈപ്പുകൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് സ്റ്റാൻഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു പൈപ്പിൽ ടീ ഫിറ്റ് ചെയ്തു. അതിൽ കണക്ഷനായിട്ട് 2 ചെറിയൊരു പൈപ്പും അതിന് സ്റ്റോപ്ലറും ഇട്ടു. സ്റ്റോപ്ലർ ഇടുന്നത് അതിൻ്റെ അകത്ത് ഒന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, അത് സ്റ്റാൻഡ് പോലെ നമ്മൾക്ക് അവിടെ നിൽക്കും. അടിയിൽ വെള്ളപ്പശ ഉണ്ടാവില്ല. അതിലേക്ക് നമ്മൾ ഒരു PVC, ഞാൻ ഏകദേശം ഒരു 1 മീറ്റർ നീളമുള്ള PVC പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഹൈറ്റ് വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം, അതല്ലെങ്കിൽ ഈ ഹൈറ്റ് മതിയെങ്കിൽ ആ ഹൈറ്റ് ഉപയോഗിക്കാം. അതുപോലെ അടുത്ത പൈപ്പ് നമ്മളെടുത്തു. ആ പൈപ്പിലേക്കും ഇതുപോലെ തന്നെ PVC പൈപ്പിൻ്റെ കണ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾക്കിവിടെ 2 PVC പൈപ്പും അതിനോടനുബന്ധിച്ചിട്ടുള്ള 2 സ്റ്റാൻഡായി. ഇനിയിപ്പോൾ അതിനെ നമ്മൾ യോജിപ്പിക്കാൻ എടുക്കുന്നത് അടുത്തൊരു പൈപ്പാണ്. ആ പൈപ്പിലേക്ക് നമ്മൾ നേരത്തെ സ്റ്റാൻഡാക്കി വെച്ചിരിക്കുന്ന പൈപ്പിൽ ഒരു ജോയിൻ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മൾക്ക് ഒരു കാലും അതോടനുബന്ധിച്ച് ഒരു ഷർട്ട് തൂക്കേണ്ടതുമായി. ഇനി നമ്മൾക്ക് അതിൻ്റെ കൂടെ ഒരു മുണ്ട് കൂടി ജോയിൻ ചെയ്യാൻ പറ്റും, തൂക്കേണ്ടതും കൂടി ജോയിൻ ചെയ്യാൻ പറ്റും. അതിന് ഇതിൻ്റെ മുകളിൽ 2 ടീ വെക്കുക. ആ ടീയോട് കൂടി നടുക്കൊരു കഷ്ണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ടീ കൊടുത്തു കഴിഞ്ഞാൽ മുകളിലോട്ട് ഒരു പൈപ്പ്, 2 പൈപ്പ് ഇടാം. ആ പൈപ്പിൽ നമ്മൾ ഇതേപോലെ ഒരു പൈപ്പും കൂടി ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഷർട്ട് തൂക്കുന്ന സ്റ്റാൻഡ് റെഡി. ഇവിടെ നമുക്ക് ഷർട്ടുകൾ തൂക്കാം. അതുപോലെ മുകളിൽ മുണ്ട് തൂക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഷർട്ട് തൂക്കേണ്ട സ്റ്റാൻഡ് റെഡി. ഇതിനെ ഷർട്ട് താങ്ങി എന്നാണ് പറയുക. അപ്പോൾ ഷർട്ട് നമുക്കിവിടെ തൂക്കി വെക്കാം. ഇതിൽ എത്ര ഷർട്ടും വേണമെങ്കിൽ നമുക്ക് തൂക്കാം. 10, 25, 50ഓളം ഷർട്ടുകൾ നമുക്ക് ഇതേപോലെ തൂക്കി വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ PVC പൈപ്പ് പ്ലംബിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഭവനങ്ങളിലും വീടുകളിലും PVC പൈപ്പുകൾ ബാക്കി വരും. ആ ബാക്കി വരുന്ന PVC പൈപ്പ് നമ്മൾ വെറുതെ സ്റ്റോറിൽ കൊണ്ടിടുന്നതിന് പകരമായിട്ട് ഇതുപോലെയുള്ള സ്റ്റാൻഡുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ലൊരു ഷർട്ട് താങ്ങിയും അതുപോലെ തന്നെ മുണ്ട് ഇടുന്നതിനും സാധിക്കുന്ന ഒരു മനോഹരമായ ടിപ്പോട് കൂടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കണ്ട എല്ലാവരും ഇത് സ്വീകരിക്കുകയും ഇതിന് ലൈക്ക് അടിക്കുകയും ചെയ്യുക. ഇതേപോലെയുള്ള ടിപ്പുമായി അടുത്ത പ്രാവശ്യം വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. അതുമാത്രമല്ല, ഇവിടെ നമ്മൾ ഷർട്ട് തൂക്കാനും അതുപോലെ മുണ്ട് വെക്കാനും ഉള്ള സ്റ്റാൻഡാക്കിയതിന് ശേഷം വീണ്ടും എൻ്റെ കയ്യിൽ കുറച്ച് PVC പൈപ്പും സ്റ്റോപ്ലറും ബാക്കി വന്നു. അത് മനോഹരമായ ഒരു
ടിപ്പോട് കൂടിയിട്ടുള്ള, അതല്ലെങ്കിൽ നമ്മൾ ചന്ദനത്തിരി ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു വസ്തുവായിട്ട് മാറ്റി. അപ്പോൾ സ്റ്റോപ്ലർ 2 സൈഡിലും സ്റ്റോപ്ലർ ഇടാം. വേണമെങ്കിൽ ഒരു സൈഡിലുള്ള സ്റ്റോപ്ലർ അവിടെ പശ കൂട്ടി മുറുക്കാം. അടുത്ത ഭാഗം നമ്മൾക്ക് ചന്ദനത്തിരി എടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോപ്ലറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ചന്ദനത്തിരിയുടെ മണവും ഗുണവും പോകാതെ അവിടെ അതിൻ്റേതായ ആ ഗുണത്തോടു കൂടി നമ്മൾക്കതിനെ ഇട്ടുവെക്കാൻ സാധിക്കും. ഇപ്പോൾ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്ന ചന്ദനത്തിരി പ്ലാസ്റ്റിക് ആയിട്ടുള്ളതൊക്കെ നമുക്ക് അന്ന് തന്നെ ഉപേക്ഷിച്ച് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ചന്ദനത്തിരി സ്റ്റാൻഡും കൂടി ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഇത് കാണുകയും ഇതിന് ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഇത് എല്ലാവരിലേക്കും അയക്കാനും ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.